പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. പോക്സോ കേസുകൾ അന്വേഷിക്കാൻ പുതിയ അന്വേഷണ വിഭാഗം രൂപീകരിക്കാൻ പോകുന്നുവെന്ന് ഞാൻ പറഞ്ഞല്ലോ. 20 ഡിവൈഎസ്പിമാർക്ക് ചുമതല കൊടുത്തു കഴിഞ്ഞു. 304 തസ്തികകൾ ആഭ്യന്തര വകുപ്പ് സൃഷ്ടിച്ചുകൊണ്ട് ഉത്തരവിറക്കി കഴിഞ്ഞു. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി തിരുവനന്തപുരത്ത് മനീഷ് മഹിപാൽ ചേരുകയാണ്. മനീഷ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ ഒരു പുതിയ നീക്കം, എന്തായാലും ഈ നീക്കം വളരെ ശക്തമായ നീക്കമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. കൂടുതൽ ഈ ഉത്തരവിൻ്റെ വിവരങ്ങൾ എന്താണ്? SKN 2012 നിലവിൽ വന്നതാണ് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ അടക്കമുള്ള ചൂഷണങ്ങൾക്കെതിരായ ഈ നിയമം. പക്ഷേ വേണ്ട വിധം പോലീസ് സ്റ്റേഷനുകളിൽ ഈ പോക്സോ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ മന്ദഗതിയിൽ നീങ്ങുന്നു, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നടത്തുന്ന അന്വേഷണത്തിൽ പല വിധത്തിലുള്ള വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു എന്ന തരത്തിലുള്ള വ്യാപകമായ പരാതിയുണ്ട്. വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത്തരം കേസുകൾ അന്വേഷിക്കുന്നതിനും ഒരു പ്രത്യേക തന്നെ വിഭാഗം വേണമെന്ന ആവശ്യം നേരത്തെ തന്നെ സേനയിൽ നിന്ന് തന്നെ അത്തരത്തിലുള്ള ആവശ്യം ഉയർന്നിരുന്നു. നേരത്തെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് ഇത് സംബന്ധിച്ച ഒരു അംഗീകാരം നൽകിയത്. അങ്ങനെ നിയമസാധുത പരിശോധിച്ചപ്പോഴാണ് 2019 സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം 304 തസ്തികകൾ സൃഷ്ടിക്കാം, ഇതിൽ പ്രകാരം പുനർനാമകരണം ചെയ്യാം. അതായത് ഡിവൈഎസ്പിമാർ നിലവിലുള്ള 14 നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പിമാർക്ക് പുനർനാമകരണം ചെയ്തുകൊണ്ട് ജെൻഡർ ജസ്റ്റിസ് ഡിവൈഎസ്പിമാർ എന്ന പദവി കൊടുക്കുകയാണ്. അവർക്ക് അതിൻ്റെ ചുമതല, അധിക ചുമതലയോട് കൊടുക്കുകയും ഒപ്പം തന്നെ ഈ 14 പോലീസ് ജില്ലകളെ കൂടാതെ 4 പോലീസ് ജില്ലകളിൽ 4 ഡിവൈഎസ്പിമാർക്ക് അവർ ജെൻഡർ ജസ്റ്റിസ് ഡിവൈഎസ്പിമാർ അല്ലെങ്കിൽ പോക്സോ മാത്രം നോക്കുന്ന ഡിവൈഎസ്പിമാർ എന്ന പേരിൽ ഇനി അറിയപ്പെടും. ഓരോ പോലീസ് ജില്ല, അതിൽ നിലവിലുള്ള 16 പോലീസ് ജില്ലകൾക്ക് പുറമെ 4 പോലീസ് ജില്ലകൾക്ക് കൂടി ഈ രീതിയിൽ ഡിവൈഎസ്പിമാർക്ക് ചുമതല നൽകുന്നുണ്ട്. 304 തസ്തിക സൃഷ്ടിക്കുമ്പോൾ 20 പോലീസ് സ്റ്റേഷനുകളിലും SIമാർക്കായിരിക്കും ഇതിൻ്റെ ചുമതല എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ ആഭ്യന്തര വകുപ്പ് ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി പുറത്തിറക്കിയ ഉത്തരവ് കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഇത് ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി പരാതി സർക്കാരിന് ലഭിച്ചിരുന്നു. 2012 ഈ പോക്സോ നിയമം വന്നതിന് ശേഷം ഒത്തിരി പേർ ഇതുമായി ബന്ധപ്പെട്ട് വ്യാജ പരാതികൾ നൽകുകയും സമൂഹത്തിൽ പല ആളുകളുടെയും വില കുറച്ച് കാണിക്കുന്ന തരത്തിൽ ഇതിനെ ദുരുപയോഗം ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ പോലീസ് സ്റ്റേഷനുകളിൽ ഇതിനെ സംബന്ധിച്ചുള്ള പ്രാഥമിക അന്വേഷണം പോലും നടത്താനുള്ള സമയമില്ല. പോലീസിന് ഇതിനോടകം തന്നെ മറ്റ് ക്രമസമാധാന വിഷയങ്ങളും മറ്റ് നിയമ നടപടികൾക്കും ഇടയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക നിയമം കൈകാര്യം ചെയ്യാനുള്ള വലിയ സമയത്തിൻ്റെ സാങ്കേതികമായ പ്രശ്നമുണ്ട്. ഇത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നം മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഒരു DYSP പദവിയുള്ള 20 പേർക്കാണ് സംസ്ഥാനത്ത്, അത് 20 പോലീസ് ജില്ലകളായി തിരിച്ചുകൊണ്ട് 20 SIമാർക്കും ഓരോ യൂണിറ്റിൻ്റെയും ചുമതല നൽകിക്കൊണ്ട് ഇതിൻ്റെ അധിപനായി ഓരോ DYSPമാരെ നിയമിച്ചുകൊണ്ടുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ എന്താണെങ്കിലും ഉത്തരവ് ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. പത്രമാധ്യമങ്ങളടക്കം അത് അടുത്ത ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെടും. എന്താണെങ്കിലും ഇത് സംബന്ധിച്ച് ഇനി പോക്സോ കേസുമായി ബന്ധപ്പെട്ട കേസുകളിൽ വിശദമായ അന്വേഷണം ഉണ്ടാകുന്ന കാര്യം ഇതിനോടകം തന്നെ ഉറപ്പായി. ഓക്കെ, മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പോക്സോ കേസുകളുടെ കാര്യത്തിൽ കൂടുതൽ കർക്കശമായ തീരുമാനങ്ങളും നിയന്ത്രണവും വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. 300-ലധികം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സൃഷ്ടിക്കാൻ പോകുന്നു പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രം. എന്തായാലും ഇത്രയും കാലമായി കുട്ടികളുള്ള അതിക്രമങ്ങൾ കൂടി വരുമ്പോഴും ഈ പോലീസുകാരിലെ സ്റ്റാഫില്ല എന്നൊക്കെ പറഞ്ഞ് ഈ തക്കതായ ശിക്ഷകൾ സമയത്ത് കൊണ്ടുവരാനും കോടതിയിൽ കാര്യങ്ങൾ എത്തിക്കാനും ഒക്കെ കഴിയാതെ പോകുന്ന സാഹചര്യത്തിന് മാറ്റമുണ്ടാകാൻ പോകുന്നു എന്ന് വേണം നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. നടൻ ഉണ്ണി മുകുന്ദനെതിരായ മുൻ മാനേജർ വിപിൻ കുമാറിൻ്റെ പരാതി പരിഹരിച്ചെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറയുന്നു. രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി സംസാരിച്ചു, പ്രശ്നങ്ങൾ പരിഹരിച്ചു. ഉണ്ണി മുകുന്ദനെതിരെ വിപിൻ പോലീസിൽ നൽകിയ പരാതിയിൽ സംഘടന ഒരു കാരണവശാലും ഇടപെടില്ലെന്നും ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി. ഉണ്ണിക്ക് വിഷമകരമായി ചില സംഗതികൾ ഉണ്ടായിട്ടുണ്ട്, വിപിനും വിഷമകരമായിട്ട് ചില സംഗതികൾ ഉണ്ടായിട്ടുണ്ട്. തുറന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ പല പ്രശ്നങ്ങളും ഉള്ളിൽ നിന്ന് ഒഴിഞ്ഞു പോകും. അതിന്ന് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയത് സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ കോഷ് ചെയ്ത് പോകണമെങ്കിൽ പോലും കോടതിയിൽ എത്തണം. അപ്പോൾ അതിനെ ഞങ്ങൾ അതിൻ്റെ വഴിക്ക് വിടുന്നു. കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണി വിവരങ്ങളുമായി ചേരുകയാണ്. ആൻമരിയ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്തായാലും ആ പ്രശ്നം പരിഹരിച്ചോ? ഇതോടൊപ്പം ഈ പോലീസിൽ വിപിൻ കൊടുത്ത കേസ് പിൻവലിക്കുമെന്നാണോ നമുക്കറിയാൻ കഴിയുന്നത്? ഉണ്ണിമുകുന്ദനൊരു കേസ് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഈ 2 കേസുകളും പിൻവലിക്കാനുള്ള നീക്കമാണോ?
ഏകദേശം 4 മണിക്കൂറോളം നീണ്ട ചർച്ച അതായിരുന്നു ഇന്ന് കൊച്ചിയിലെ അമ്മയുടെ ഓഫീസിൽ നടന്നിരുന്നത്. അത് കഴിഞ്ഞ മാസമാണ് ഉണ്ണി മുകുന്ദനെതിരായിട്ട് മുൻ മാനേജറായിട്ടുള്ള വിപിൻ കുമാർ പോലീസിൽ പരാതി നൽകുന്നത്. തന്നെ ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചു എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു പോലീസിലേക്ക് പരാതി നൽകുന്നത്. ഈ പരാതി നൽകിയതിന് ശേഷം ഉണ്ണി മുകുന്ദനും വിപിൻ കുമാറും തന്നെ ഇതിന്റെ തങ്ങളുടെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. പിന്നീട് ഉണ്ണി മുകുന്ദൻ DGPക്ക് ഉൾപ്പെടെ പരാതിയും നൽകിയിട്ടുണ്ട്. പിന്നീട് ഇതിനിടയിലാണ് വിപിൻ കുമാർ സംഘടനകൾക്ക്, സിനിമാ സംഘടനകൾക്ക് പരാതി നൽകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അമ്മയുടെ അഡ്ഹോക് കമ്മിറ്റി അംഗങ്ങളും അതോടൊപ്പം തന്നെ ഫെഫ്കയും ചേർന്നുകൊണ്ട് ഒരു ചർച്ച, അതൊരു അനുരഞ്ജന ചർച്ച തന്നെയായിരുന്നു എന്നാണ് ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കുന്നത്. ഇരുവരെയും ഒരുമിച്ചിരുത്തിയായിരുന്നു ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരുമിച്ചിരുത്തി നടത്തിയ ചർച്ചയിൽ പ്രശ്നങ്ങൾക്ക് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു പരിഹാരം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ പ്രശ്നങ്ങൾ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നുമാണ് ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കിയത്. അത് മാത്രമല്ല, ഇനി ഇതിനകത്ത് നിൽക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് അത് ഇരുവരും പോലീസിൽ നൽകിയിരിക്കുന്ന ഒരു പരാതിയാണ്. ആ ഒരു പരാതി അത് കോടതിയിൽ എത്തുമ്പോൾ തന്നെയാണ് അത് പൂർണ്ണമായിട്ടും അത് ഇരുവർക്കും അത് പിൻവലിക്കണമെങ്കിൽ പോലും അത് കോടതി വരെ നിലനിൽക്കും. അത് ഇനി ഏത് രീതിയിൽ പോകുമെന്ന് ഈ ഉണ്ണി മുകുന്ദന് വിപിൻ കുമാർ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ വിപിനുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അതിനൊരു കൃത്യമായിട്ടൊരു മറുപടി വിപിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും ലഭ്യമായിട്ടില്ല. ഇത് മാത്രമല്ല, ഇതിനകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഉണ്ണി മുകുന്ദൻ നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ ഉണ്ണി മുകുന്ദൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിപിനെതിരെ ചില കാര്യങ്ങൾ കൂടി ഉണ്ണി മുകുന്ദൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. വിപിൻ കുമാറിനെതിരെ ചില പരാതികൾ നിലനിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, വിപിൻ കുമാർ തന്റെ PR മാനേജർ ആയിരുന്നില്ല എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ണി മുകുന്ദൻ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇന്ന് ബി ഉണ്ണികൃഷ്ണൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കുന്നുണ്ട് വിപിൻ കുമാർ ഉണ്ണി മുകുന്ദന്റെ PR മാനേജർ ആയിരുന്നുവെന്നും നിലവിൽ ഈ വിപിൻ കുമാറിനെതിരെ പരാതികളൊന്നും നിലനിൽക്കുന്നില്ല എന്നുമാണ് പറയുന്നത്. അതായത് ഉണ്ണി മുകുന്ദൻ അന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ അതിനെയെല്ലാം മാറ്റിക്കൊണ്ടാണ്, ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബി ഉണ്ണികൃഷ്ണനും രംഗത്തെത്തിയിരിക്കുന്നത്. ഏകദേശം ഒരു 4 മണിക്കൂറോളം നീണ്ട ചർച്ചയായിരുന്നു ഇന്ന് അമ്മയുടെ ഓഫീസിലുണ്ടായിരുന്നത്. ഇരുവരെയും ഒരുമിച്ചിരുത്തിയായിരുന്നു ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത്. പരസ്പരം കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർത്തു. ഈ പ്രശ്നം ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നു. ഇന്ന് നിലനിൽക്കുന്നത് ഒരു പോലീസ് കേസാണ്. ഇരുവരും പോലീസിൽ നൽകിയിരിക്കുന്ന പരാതി അത് അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകും. അത് പിൻവലിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതും ഇവർ തന്നെയാണ്. അതിലൊരു തീരുമാനം എന്തായാലും നിലവിലുണ്ടായിട്ടില്ല. പക്ഷേ ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. SK. ഓക്കെ, ആൻമരിയ സണ്ണിയാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു ആൻമരിയ. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. യുവതിക്കൊപ്പം ലോഡ്ജിൽ മുറിയെടുത്ത ഒരു യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. സംഭവം പത്തനംതിട്ടയിലെ കുമ്പഴയിലാണ്. അടൂർ സ്വദേശി മുഹമ്മദ് സൂഫിയാനാണ് മരിച്ചത്. 21 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ഇരുവരും തമ്മിൽ മുറിയെടുത്തതിന് ശേഷം ഉണ്ടായ തർക്കം, അത് എന്തിൻ്റെ പേരിലാണ് തർക്കം നടന്നതെന്നറിയില്ല. ആ തർക്കത്തിനൊടുവിലാണ് യുവാവ് ആത്മഹത്യ ചെയ്തത് എന്നാണ് പോലീസ് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നതേ ഉള്ളൂ. മറ്റൊരു വാർത്തയിലേക്ക്. കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസിൽ ആശങ്ക. റബ്ബർ അടക്കം 5 നാണ്യവിളകളുടെ രജിസ്ട്രേഷൻ മുടങ്ങി. റബ്ബർ, തെങ്ങ്, തേയില, കാപ്പി, ഏലം എന്നീ നാണ്യവിളകളെ കാലാവസ്ഥാ വിള ഇൻഷുറൻസിൽ നിന്ന് ഒഴിവാക്കിയെന്ന് കർഷകർ പറയുന്നു. പദ്ധതി സംബന്ധിച്ച് കൃഷി വാണിജ്യ മന്ത്രാലയങ്ങൾക്കിടയിൽ ഉണ്ടായ ആശയക്കുഴപ്പമാണ് ഈ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത്. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് ഫ്രാൻസിസ് ജോർജ് MP 24 പറഞ്ഞു. കാലാവസ്ഥയിൽ വരുന്ന മാറ്റത്തിനനുസരിച്ചുണ്ടാകുന്ന കൃഷിനാശത്തിന് കൊടുക്കുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയാണത്. അത് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നതിൽ നിന്നും ഈ പറയുന്ന 5 ഉൽപ്പന്നങ്ങൾ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 ഉൽപ്പന്നങ്ങളാണ്. റബ്ബർ, തെങ്ങ്, അതുപോലെ തന്നെ കാപ്പി, തേയില, ഏലം. ഇത്രയും ഉൽപ്പന്നങ്ങളെ രജിസ്റ്റർ ചെയ്യാൻ ഇപ്പോൾ അനുവദിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലായിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് പുനഃപരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് അടിയന്തരമായി കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽ, വാണിജ്യ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരും. ബഹുമാനപ്പെട്ട വാണിജ്യമന്ത്രിയെയും കൃഷിമന്ത്രിയെയും ഇക്കാര്യം അറിയിക്കുകയും സത്വരമായി ഈ കാര്യത്തിൽ ഇടപെടണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്യും. ഇവിടെ കേന്ദ്ര സർക്കാർ കൊട്ടിഘോഷിച്ച് നടത്തിയ കാലാവസ്ഥ അധിഷ്ഠിത വില ഇൻഷുറൻസ് പദ്ധതിയുണ്ട്. ഈ പദ്ധതിയിൽ കേരളത്തിൽ നിന്നും ഈ സംഭവം റബ്ബർ കൃഷി ചെയ്യുന്ന റബ്ബർ, നാളികേരം, അതുപോലെ തന്നെ കാപ്പി, ഏലം ഉൾപ്പെടെയുള്ള കൃഷി ചെയ്യുന്ന കർഷകരെ ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാനുള്ള പ്രതീക്ഷയിലെത്തിയപ്പോൾ അവരെ ഇപ്പോൾ ഒഴിവാക്കുന്ന ഒരു സമീപനമാണ് എടുത്തിരിക്കുന്നത്. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ തത്സമയം ചേരുകയാണ്. ടോബി, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ടോബി, പറയൂ, ഈ യഥാർത്ഥത്തിൽ ഈ ഇൻഷുറൻസ് കിട്ടാതെ പോകുന്ന വല്ലാത്തൊരു പ്രതിസന്ധി ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഈ രജിസ്ട്രേഷൻ പുതുക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും സാഹചര്യം ബാക്കി നിൽപ്പുണ്ടോ? SKN, തീർച്ചയായിട്ടും വലിയൊരു ആശങ്ക കർഷകർക്കുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ആ ഇൻഷുറൻസിന്റെ പേര് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ ഇൻഷുറൻസ് എന്നുള്ളത്. കാലാവസ്ഥാ വിള ഇൻഷുറൻസ്, അതായത് കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ നഷ്ടങ്ങൾ അത് നികത്തുന്നതിന് വേണ്ടിയുള്ള കർഷകർക്ക് ലഭിക്കുന്ന ഒരു ആശ്വാസമാണ് ഈ ഇൻഷുറൻസ്. അത് കൃഷി മന്ത്രാലയത്തിന്റെ കീഴിൽ സംസ്ഥാന കൃഷി വകുപ്പുമായി ചേർന്നുകൊണ്ടാണ് ഇത് നടപ്പാക്കുന്നത്. 2023 റബ്ബറും തെങ്ങുമെല്ലാം ഇതിൽ ഉൾപ്പെടുത്തി. അത് കേരളത്തിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം
സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമായിരുന്നു. എന്നാൽ ഇത്തവണ ഈ റബ്ബർ, തെങ്ങ്, അതുപോലെ തന്നെ ഏലം, കാപ്പി തുടങ്ങിയ 5 നാണ്യവിളകളെ ഇതിൽ നിന്നും ഒഴിവാക്കി എന്നുള്ള കാര്യമാണ് കർഷകർ പങ്കുവെക്കുന്നത്. ഇതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ, ഇത്തവണത്തെ രജിസ്ട്രേഷൻ നടപടികൾ 5-ാം തീയതി ആരംഭിക്കുകയാണ്. 30-ാം തീയതി കൊണ്ട് അത് അവസാനിപ്പിക്കണം. അപ്പോൾ അതിന് ഇടയിൽ ഈ നാണ്യവിളകളെ ഒഴിവാക്കിയത് വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് പറയുന്ന ഒരു കാരണം നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് കൃഷി മന്ത്രാലയവും അതുപോലെ തന്നെ വാണിജ്യ മന്ത്രാലയവും തമ്മിലുള്ള ഒരു ആശയക്കുഴപ്പമാണ്. കാരണം നാണ്യവിളകളുമായി ബന്ധപ്പെട്ടുള്ള ബോർഡുകളുണ്ട്. ആ ബോർഡുകൾ വരുന്നത് ഈ വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലാണ്. ഈ പദ്ധതി നടപ്പാക്കുന്നത് കൃഷി മന്ത്രാലയമാണ്. അപ്പോൾ അതിലുണ്ടായ ഒരു ആശയക്കുഴപ്പമാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമായത്. നിലവിൽ രജിസ്ട്രേഷന് ശ്രമിച്ച കർഷകരോട് ഈ ഇൻഷുറൻസ് കമ്പനികൾ, അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് കമ്പനികളുണ്ട്, അവരിത് രജിസ്ട്രേഷൻ നടത്തേണ്ടതില്ല എന്ന് പറഞ്ഞതാണ് വലിയൊരു ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ വലിയ നാശനഷ്ടങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ച തന്നെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലയിടങ്ങളിലും കൃഷിനാശമുണ്ടായി, കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കാലാവസ്ഥാ വിള ഇൻഷുറൻസ് കൂടി ലഭിക്കില്ല എന്നുള്ളൊരു ആശങ്ക കർഷകർക്കുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി പരിഹരിച്ച് രജിസ്ട്രേഷൻ നടപ്പാക്കി ഇൻഷുറൻസ് ലഭ്യമാക്കാനുള്ള നടപടികൾ എത്രയും വേഗം നടപ്പാക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. 28 വിളകൾക്കാണ് ഈ ഇൻഷുറൻസ് ലഭിക്കുന്നത്. അതിൽ 5 എണ്ണമാണ് കേരളത്തിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട റബ്ബറും തെങ്ങുമെല്ലാം ഏലവുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഒരു കർഷകൻ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. പ്രിയ, ഹലോ, നമസ്കാരം. ഓക്കെ, നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. കർഷകൻ ടെലിഫോൺ ലൈനിലില്ല, ഞാനുണ്ടെന്ന് ധരിച്ചതാണ്. ചാലക്കുടി അതിരപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ 2 പുലികൾ ഇറങ്ങി. അതിരപ്പള്ളി ഓയിൽ പാം എസ്റ്റേറ്റ് 17 ബ്ലോക്കിൽ ചെക്ക് പോസ്റ്റ് സമീപമാണ് വീണ്ടും പുലികളെ കണ്ടത്. കഴിഞ്ഞ ദിവസം പുലിയെ കണ്ട ഭാഗത്ത് തന്നെയാണ് വീണ്ടും പുലികളെ കണ്ടത്. ആ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. 2 പുലികളാണ് അവിടെ എത്തിയത്. വൈകുന്നേരം 6 മണിയോടെ ചെക്ക് പോസ്റ്റ് സമീപമുള്ള പാറയുടെ മുകളിൽ പുലികൾ കിടക്കുന്നതാണ് നാട്ടുകാർ കണ്ടത്. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നു. പറയൂ സൂരജ്. വലിയ ടൂറിസ്റ്റുകളൊക്കെ എത്തുന്ന ഒരു ഭാഗമാണ് ഇത്. സിൽവർ സ്റ്റോമിനോട് ചേർന്നുള്ള വെറ്റ്ലപ്പാറ പ്ലാന്റേഷന്റെ ആ പാലം കടന്നെത്തുന്ന ചെക്ക് പോസ്റ്റിന്റെ ഭാഗത്താണ് ഇപ്പോൾ പുലിയെ കണ്ടിട്ടുള്ളത്. അവിടെ നിരവധി വീടുകളുണ്ട്. ആ ജനവാസ മേഖലയിലാണ് ഇപ്പോൾ 2 പുലികൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി നിലയുറപ്പിച്ചിരിക്കുന്നത് കണ്ട. ചെക്ക് പോസ്റ്റിനോട് ചേർന്ന തൊഴിലാളികളാണ് ആദ്യം ഈ പുലി അവിടെ ഇരിക്കുന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീട് തൊഴിലാളികൾ ഇതിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്തു. ഇന്നലെ ഇതേ സ്ഥലത്ത് വെച്ച് KR ബിജു എന്ന് പറയുന്ന ആളുടെ പശുവിനെ പുലി ആക്രമിച്ചു കൊന്നിരുന്നു. സംഭവം കണ്ട ചെക്ക് പോസ്റ്റിലെ തൊഴിലാളികളും ജീവനക്കാരും ഒച്ച വെച്ചതോടുകൂടി പുലി ഇന്നലെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. വീണ്ടും അതേ സ്ഥലത്ത് പുലി ഇറങ്ങിയതോടെ വലിയ ഭീതിയിലാണ് ഈ പ്രദേശവാസികൾ ഉള്ളത്. ഈ ഫെൻസിംഗ് ഉൾപ്പെടെ അടിച്ചാണ് ഇവർ ഈ കാട്ടാന അടക്കം ഈ മേഖലയിലേക്ക് വരാതെ ജീവിതം തള്ളി നിൽക്കുന്നത്. ഇതിനിടയിൽ പുലി കൂടി എത്തിയതോടുകൂടി തങ്ങളുടെ ദുരിതം ഇരട്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ അടക്കമുണ്ട്. ഇവർ പലപ്പോഴും ഈ സ്കൂൾ ബസ്സൊക്കെ കയറാൻ ഈ പാലം തുടങ്ങുന്ന ആ ഭാഗത്ത് ചെക്ക് പോസ്റ്റിന്റെ ഭാഗത്താണ് ഇവർ ഒറ്റയ്ക്കൊക്കെ കാത്തു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്കൂൾ കൂടി തുറന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആശങ്ക ഇരട്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്ന കേസ്. ഓക്കെ, സൂര്യസജിയാണ് വിവരങ്ങൾ നൽകിയത്. അതിരപ്പള്ളിയിൽ 2 പുലികളെ കണ്ടു എന്നാണ് വിവരം. അപ്പോൾ ഈ പുലി, കടുവ, ആന, പിന്നെ കാട്ടുപോത്ത്, ഇതെല്ലാം കൂടെ ചേർന്ന് നമ്മുടെ മനുഷ്യരുടെ ജീവിതം കട്ട പുകയാക്കിക്കൊണ്ടിരിക്കുക എന്ന് വേണമെങ്കിൽ പറയാം സംക്ഷിപ്തമായി. ഷാജീർ പറയുന്നത് കർഷകരെ പറ്റിക്കുക, ജനങ്ങളെ കട്ടുമുടിക്കുക, അതാണ് രാഷ്ട്രീയം എന്ന്. നമുക്ക് അങ്ങനെ ഒരു നിർവചനം കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതുപോലെ റീന സതീശൻ പറയുന്നു കർഷകരെ കെണിയിലാക്കുകയാണോ? ഇൻഷുറൻസ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും കർഷകർ വലയും. പ്രത്യേകിച്ച് ഈ വെള്ളപ്പൊക്കവും പ്രളയവും അതുപോലെ കൊടുങ്കാറ്റും ഒക്കെ വരുന്ന സമയത്തുണ്ടാകുന്ന നാശത്തിന് ആരാണ് ഉത്തരം പറയുക? അതുകൊണ്ട് ഈ 5 വിളകൾക്ക് ഇൻഷുറൻസ് പോയി എന്ന് പറഞ്ഞാൽ അത് കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കീറാമുട്ടി തന്നെയായിരിക്കും. കുറേ അധികം ആൾക്കാർ ഇങ്ങനെ കമൻറ്റുകൾ അയക്കുന്നുണ്ട്, ഞാനതൊക്കെ വായിക്കാം. നടൻ ജി കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെ തട്ടിക്കൊണ്ടുപോകലിന് കേസെടുത്തിരിക്കുന്നു. മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരുടെ പരാതിയിലാണ് നടപടി. എന്നാൽ സ്ഥാപനത്തിൽ നിന്ന് QR കോഡിൻ്റെ മറവിൽ ജീവനക്കാർ പണം തട്ടിയെടുത്തുവെന്നാണ് നടൻ കൃഷ്ണകുമാറിൻ്റെയും മകളുടെയും ആരോപണം. 69 ലക്ഷം രൂപ ജീവനക്കാർ തട്ടിയെടുത്തെന്ന് ചൂണ്ടിക്കാണിച്ച് ജീവനക്കാർക്കെതിരെ കൃഷ്ണകുമാറും മകളും നൽകിയ പരാതിയിലും പോലീസ് കേസെടുത്തു കഴിഞ്ഞു. ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ OBOC എന്ന ഷോപ്പുമായി ബന്ധപ്പെട്ടാണ് പരസ്പര ആരോപണവും കേസും. ഫാൻസി ആഭരണങ്ങളുടെയും വസ്ത്രങ്ങളുടെയും ബിസിനസ് നടത്തുന്ന സ്ഥാപനമാണ് OBOC. ഇവിടെ ജോലി ചെയ്യുന്ന 3 വനിതാ ജീവനക്കാർ നൽകിയ പരാതിയിലാണ് കൃഷ്ണകുമാറിനും മകൾ ദിയയ്ക്കുമെതിരെ കേസ്. ദിയ മാനസികമായും ജാതീയമായും അധിക്ഷേപിച്ചെന്നും ജോലി വിടാൻ തീരുമാനിച്ചപ്പോൾ ആരോപണം ഉന്നയിച്ച് ഭീഷണിപ്പെടുത്തിയെന്നാണ് വിനീത, ദിവ്യ, രാധാകുമാരി എന്നിവരുടെ ആരോപണം. ട്രാൻസാക്ഷൻ
മുഴുവൻ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിനകത്തൂടെ പുറത്തു വിടും. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് 3 പേർക്ക് ജീവിക്കാൻ പറ്റാത്ത വകുപ്പ് ഞാൻ ചെയ്യും. മനസ്സിലായില്ലേ? ദിയ പറഞ്ഞിട്ടാണ് സ്വന്തം അക്കൗണ്ടിൽ പണം വാങ്ങിയതെന്നും പരാതിക്കാർ. ഞങ്ങൾ ആദ്യമായിട്ട് അവിടെ ജോലിക്ക് കയറിയപ്പോൾ ദിയ മാം ഞങ്ങളുടെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞത്, നിങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ പേയ്മെൻ്റ് ഒക്കെ നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി, കാരണം എൻ്റെ അക്കൗണ്ടിൽ മേടിച്ചാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബാങ്കിൻ്റെ ഇഷ്യൂസ് വരുന്നുണ്ട്. ആദ്യം നമ്മുടെ അങ്ങനെയാണ് പറയുന്നത്. ആരോപണങ്ങൾ തെറ്റെന്ന് ജി കൃഷ്ണകുമാറും ദിയ കൃഷ്ണയും. സ്ഥാപനത്തിൽ നിന്ന് QR കോഡിന്റെ മറവിൽ ജീവനക്കാർ പണം തട്ടിയെടുത്തെന്നാണ് ആരോപണം. തട്ടിപ്പ് പുറത്തായപ്പോൾ ജീവനക്കാരും ബന്ധുക്കളും ഒത്തുതീർപ്പിന് വന്നെന്നും ജി കൃഷ്ണകുമാർ. 69 ലക്ഷം രൂപ ജീവനക്കാർ തട്ടിയെടുത്തെന്ന് ചൂണ്ടിക്കാട്ടി ജീവനക്കാർക്കെതിരെ കൃഷ്ണകുമാറും മകളും നൽകിയ പരാതിയിലും കേസെടുത്തിട്ടുണ്ട്. ജീവനക്കാരുടെ ആരോപണങ്ങളും ഇവർ നിഷേധിച്ചു. ഞങ്ങളുടെ കമ്പനിയുടെ QR കോഡ് വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് വേറെ QR കോഡ് തരാമെന്ന് പറഞ്ഞിട്ട് ആ QR കോഡ് കാണിക്കുന്നു, അതിലോട്ട് പൈസ മാറ്റുന്നു. ഇത് കുറച്ച് കാലമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഇവരുടെ ഓഡിറ്റർ ഇതെല്ലാം പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ഓഡിറ്റർ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞത് അതിലൊരു വേരിയേഷൻ വരുന്നുണ്ട്, കണക്കുകളിലും സ്റ്റോക്കിലും ഒന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞു. നമുക്ക് പരിചയമുള്ളൊരു സ്ഥലത്ത് അച്ഛന് പരിചയമുള്ള ഒരാൾ ബാങ്കിൽ നമ്മൾ സംസാരിച്ചപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് തന്നില്ല, കാരണം തരാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ കാണിച്ചു കൊടുത്തു, ഒരു ബേസിക് ആയിട്ടുള്ള സംഭവം കാണിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ ഇവരുടെ ഫോണിൽ നിന്നുള്ള ട്രാൻസാക്ഷനും വെച്ച് അതുമായിട്ട് നോക്കി, പ്ലസ് കസ്റ്റമേഴ്സ് അയച്ചിരുന്ന സ്ക്രീൻഷോട്ട്സും കൂടെ വെച്ച് നോക്കിയപ്പോൾ പല സമയങ്ങളിലും കറക്റ്റായിട്ട് ഇവരുടെ അക്കൗണ്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇരു കേസുകളിലും വിശദമായ അന്വേഷണം നടത്തി അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങാനാണ് പോലീസ് തീരുമാനം. 24 തിരുവനന്തപുരം. ദിന മുഹമ്മദ് പറയുന്നത് പോലീസ് തെളിയിക്കട്ടെ, എന്തോ ഒരു അപാകത തോന്നുന്നു. നമ്മൾ 24 അത് ആരുടെയും പക്ഷം പിടിക്കണം. നമ്മൾ ഈ കാര്യത്തിലൊന്നും ഒരു കാരണവശാലും പക്ഷം പിടിക്കില്ല. നിയമം അതിൻ്റെ വഴിക്ക് പോകട്ടെ. ആരായാലും നിയമത്തിൻ്റെ കരുതലിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല. തിരുവനന്തപുരം ശ്രീ ചിത്തിരി തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ തിങ്കളാഴ്ച മുതൽ ശസ്ത്രക്രിയ മുടങ്ങും. ഉപകരണങ്ങൾ എത്തിക്കാതെ ശസ്ത്രക്രിയ നടക്കില്ലെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. രോഗികൾക്ക് ആശുപത്രിയിൽ നിന്ന് സന്ദേശവും പോയി തുടങ്ങി. ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം തിങ്കളാഴ്ച മുതൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ശസ്ത്രക്രിയകളാണ് മാറ്റിവച്ചത്. ഇക്കാര്യം അറിയിച്ച ആശുപത്രിയിൽ നിന്ന് രോഗികൾക്ക് സന്ദേശമെത്തി. സ്റ്റെന്റ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ലഭ്യമാകാതെ ശസ്ത്രക്രിയ നടക്കില്ലെന്ന നിലപാടിലാണ് ഡോക്ടർമാർ. ഇന്നും നാളെയും അവധി ദിവസമായതോടെ ഉപകരണങ്ങൾ വാങ്ങുന്ന നടപടിക്രമവും നീളും. കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡപ്രകാരം ജെം പോർട്ടൽ വഴി ഇന്ത്യൻ നിർമ്മിത ശസ്ത്രക്രിയാ സാമഗ്രികൾ മാത്രമേ വാങ്ങാവൂ. എന്നാൽ ഇന്റർവെൻഷണൽ റേഡിയോളജിക്കുള്ള സ്റ്റെന്റ് ഉൾപ്പെടെ വിദേശ നിർമ്മിതമാണ്. പുറത്തുനിന്ന് വാങ്ങിയാൽ ഓഡിറ്റ് പ്രശ്നമുണ്ടാകുമെന്നാണ് അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിന്റെ വിശദീകരണം. അതേസമയം ആശുപത്രി ഡയറക്ടർ സഞ്ജയ് ബിഹാരിയുടെ നിലപാടുകളിൽ ഒരു വിഭാഗം ഡോക്ടർമാർക്ക് കടുത്ത അതൃപ്തിയാണ്. കൂട്ടായ ചർച്ചകൾ നടക്കുന്നില്ലെന്നും നിയമത്തിന്റെ നൂലാമാലകൾ പറഞ്ഞ് പ്രായോഗിക തീരുമാനങ്ങൾ എടുക്കുന്നില്ല എന്നുമാണ് പരാതി. അതിനിടെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ലഭ്യമാകാത്തതിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട A. റഹീം MP ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ജിതേന്ദ്ര സിംഗിന് കത്ത് നൽകി. MG പ്രതീഷ്, 24 തിരുവനന്തപുരം. മറ്റു വാർത്തകളിലേക്ക് വിശദമായി. ഭീകരതയ്ക്കെതിരായ ഇന്ത്യൻ സൈനിക നടപടികൾക്ക് പിന്നാലെ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി പിൻവലിക്കണമെന്ന് പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചു. ഇക്കാര്യം ആവശ്യപ്പെട്ട പാകിസ്ഥാൻ ഇന്ത്യക്ക് വീണ്ടും കത്തെഴുതി. എന്നാൽ നടപടി പിൻവലിക്കില്ലെന്ന് ഇന്ത്യ നിലപാടെടുത്തു. പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യയുടെ കടുത്ത നടപടി. നദീജലം ആശ്രയിച്ചിരുന്ന പാകിസ്ഥാന്റെ പല മേഖലകളും ഇന്ന് കടുത്ത വരൾച്ചയും ജലക്ഷാമവും നേരിടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെയാണ് കരാർ മരവിപ്പിച്ച നടപടി പുനഃപരിശോധിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഇന്ത്യക്ക് വീണ്ടും പാകിസ്ഥാന്റെ കത്ത്. കരാർ മരവിപ്പിച്ചതോടെ കൃഷിയും ജനജീവിതവും പ്രതിസന്ധിയിലായെന്നും കത്തിൽ പറയുന്നു. പാകിസ്ഥാനെതിരെ സ്വീകരിച്ച നടപടികൾ പിൻവലിക്കില്ലെന്ന നിലപാടിലാണ് രാജ്യം. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്കും താൽപ്പര്യമില്ലെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ ശശി തരൂർ MPയുടെ നേതൃത്വത്തിൽ വിദേശ പര്യടനം നടത്തിയ സംഘം US ഡെപ്യൂട്ടി സ്റ്റേറ്റ് സെക്രട്ടറി ക്രിസ്റ്റഫർ ലാൻഡവുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്ക് അമേരിക്ക പിന്തുണ അറിയിച്ചു. 24 ഡൽഹി. മറ്റൊരു വാർത്തയിലേക്ക്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ആരോപണങ്ങൾ തള്ളിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദ്യങ്ങൾ ആവർത്തിച്ച് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പേരും ഒപ്പുമില്ലാത്ത കുറിപ്പിലൂടെ മറുപടി നൽകുന്നത് വിശ്വാസ്യത സംരക്ഷിക്കില്ലെന്ന് രാഹുൽ ഗാന്ധി. മഹാരാഷ്ട്രയിലെ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടർ പട്ടിക ലഭ്യമാക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്നും ടെലഫോണിൽ. അറിയോ അച്യുതൻ?
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും അത് ബീഹാറിലും BJP പരാജയപ്പെടാനിടയുള്ള സംസ്ഥാനങ്ങളിലും ആവർത്തിക്കും എന്നുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം. ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വൈകിട്ടാണ് ആ വാദങ്ങളെ തള്ളിക്കൊണ്ട് രംഗത്തെത്തിയത്. അതായത് രാഹുലിന്റെ വാദങ്ങൾ അത് അടിസ്ഥാനരഹിതം എന്നായിരുന്നു കമ്മീഷൻ കുറ്റപ്പെടുത്തിയത്. എന്തായാലും എന്നിട്ട് തുടർന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരെ രാഹുൽ ഗാന്ധി ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. ഒപ്പോ പേരോ ഇല്ലാത്ത കുറിപ്പിലൂടെ മറുപടി നൽകുന്നത് വിശ്വാസ്യത സംരക്ഷിക്കില്ല. ഒന്നും മറച്ചുവെക്കാനില്ലെങ്കിൽ തന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകണം. മഹാരാഷ്ട്ര ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടർ പട്ടിക ലഭ്യമാക്കണം തുടങ്ങിയ ഒട്ടനവധി ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധി എക്സ്പോസ്റ്റിലൂടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ പോളിംഗ് ബൂത്തുകളിലെ വൈകുന്നേരത്തെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണം എന്നുകൂടി രാഹുൽ ഗാന്ധി ഇപ്പോൾ വീണ്ടും ആവശ്യപ്പെടുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ തള്ളിയിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധി അതേ വിമർശനങ്ങൾ വീണ്ടും ഉന്നയിക്കുകയാണ്. ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട കുമ്പഴയിൽ യുവതിക്കൊപ്പം ലോഡ്ജിൽ മുറിയെടുത്ത യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടു. അടൂർ സ്വദേശി മുഹമ്മദ് സൂഫിയാനാണ് മരിച്ചത്. ഇരുവരും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്തുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകുന്നു. ജയശങ്കർ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. താങ്കൾക്ക് പറയാം. വൈകിട്ടോടു കൂടിയാണ് അടൂർ സ്വദേശി മുഹമ്മദ് സൂഫിയാനും ഒപ്പം തന്നെ പെൺ സുഹൃത്തും കുമ്പഴയിലെ ഒരു ലോഡ്ജിൽ മുറിയെടുത്തത്. പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ യുവാവിനെ, ഈ മുഹമ്മദ് സൂഫിയാനെ മുറിയിൽ തൂങ്ങി മരിച്ചു എന്ന തരത്തിൽ പെൺകുട്ടി നാട്ടുകാരെയും മറ്റും വിവരം അറിയിക്കുന്നത്. പിന്നീട് നാട്ടുകാർ എത്തിയ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ മുറിയിൽ തൂങ്ങിക്കിടക്കുന്ന സൂഫിയാനെയാണ് കണ്ടത്. ഇരുവരും മുറിയെടുത്ത ശേഷം ഇരുവർക്കും ഇടയിൽ ചെറിയ വാക്ക് തർക്കങ്ങളുണ്ടായി. ഈ വാക്ക് തർക്കമാണ് ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഈ യുവാവ് തൂങ്ങി മരിക്കുന്ന സമയത്ത്, കെട്ടിത്തൂങ്ങുന്ന സമയത്ത് ഈ പെൺകുട്ടി ബാത്റൂമിലായിരുന്നു. ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വാങ്ങാൻ പോവുകയാണെന്ന് സൂഫിയാൻ പെൺകുട്ടിയോട് പറഞ്ഞു. പിന്നീട് പെൺകുട്ടി ബാത്റൂമിലേക്ക് പോയി. ഈ ഒരു ഘട്ടത്തിലാണ് ഇയാൾ ഈ മുറിയിൽ കെട്ടിത്തൂങ്ങുന്നത്. എന്തായാലും പെൺകുട്ടി തന്നെയാണ് നാട്ടുകാരെയും മറ്റും എത്തി ഇയാളെ രക്ഷപ്പെടുത്തണമെന്ന് ഉള്ള സഹായമൊക്കെ അഭ്യർത്ഥിക്കുകയും ചെയ്തു. എന്തായാലും ഇതിൽ മറ്റ് ദുരൂഹതകളില്ലെന്നാണ് നിലവിൽ പോലീസ് പറയുന്നത്. ഈ മുഹമ്മദ് സൂഫിയാന്റെ ഒരു സുഹൃത്ത് അടുത്ത ഒരു ആക്സിഡന്റിൽ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ ഇദ്ദേഹത്തിന് വലിയ തോതിലുള്ള മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇന്ന് ഈ പെൺകുട്ടിയുമായി മുറിയെടുത്ത ശേഷം ഇത്തരത്തിൽ വാക്കുതർക്കമുണ്ടായപ്പോൾ മാനസികമായി ബുദ്ധിമുട്ടുണ്ടായി. ഈ ബുദ്ധിമുട്ടായിരിക്കാം ഒരുപക്ഷെ ഈ തൂങ്ങിമരണത്തിലേക്ക് നയിച്ചത്, ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പ്രാഥമികമായി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. എന്തായാലും പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. എന്തായാലും മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി ആശുപത്രിയിലേക്ക് മാറ്റും. മിനിമം ജോലി സമയം 10 മണിക്കൂറാക്കാൻ ആന്ധ്രാപ്രദേശ് സർക്കാർ ആലോചിക്കുന്നു. 6 മണിക്കൂർ ജോലി ചെയ്താൽ 1 മണിക്കൂർ വിശ്രമം എന്ന നിലയിലാണ് തൊഴിൽ ചട്ടം മാറാൻ പോകുന്നത്. തീരുമാനത്തിനെതിരെ സ്വാഭാവികമായും തൊഴിലാളി സംഘടനകൾ രംഗത്ത് വന്നു. നിക്ഷേപങ്ങൾ ആകർഷിക്കാനും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനും വേണ്ടിയാണ് ആന്ധ്ര സർക്കാർ തൊഴിൽ ചട്ടങ്ങളിൽ മാറ്റം വരുത്തുന്നത്. മിനിമം 9 മണിക്കൂർ ജോലി എന്നത് 10 മണിക്കൂറാക്കാനുള്ള തീരുമാനത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി. 5 മണിക്കൂർ ജോലി ചെയ്താൽ 1 മണിക്കൂർ വിശ്രമം എന്നത് 6 മണിക്കൂർ ജോലി ചെയ്താൽ 1 മണിക്കൂർ എന്ന് മാറ്റും. ഓവർ ടൈം ചട്ടങ്ങളിലും മാറ്റം വരും. കൂടുതൽ ജോലി ചെയ്താൽ കൂടുതൽ സമ്പാദിക്കാമെന്നാണ് സർക്കാർ തീരുമാനം വിശദീകരിച്ച് മന്ത്രി കെ പാർത്ഥസാരഥിയുടെ വാദം. കൂടുതൽ നിക്ഷേപകരെത്തിയാൽ തൊഴിലവസരവും വർദ്ധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ഫാക്ടറികൾക്കുമെല്ലാം നിയമം ബാധകമാകും. തീരുമാനത്തിനെതിരെ തൊഴിലാളി സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തി. തൊഴിലാളികളെ അടിമകളാക്കുന്ന സമീപനമാണെന്നാണ് വിമർശനം. 24 ബംഗളൂരു. തോമസ് കുട്ടി കലഞ്ഞൂർ ചോദിക്കുന്നു, SKN40 കാരണം കേരളത്തിലെ മിക്ക സ്ഥലങ്ങളും അറിയാൻ സാധിച്ചുവല്ലോ. അത് മാത്രമല്ല, കേരളത്തിലെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഈ ഇത്തരം മാരകമായ രാസലഹരി വിൽക്കുന്നത് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതിന് പിന്തുണ കൊടുക്കുന്ന ആളുകളെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ചില സ്ഥലങ്ങളിൽ കൂടുതൽ അപകടകാരികളാണെന്ന് മനസ്സിലായി. ചില സ്ഥലങ്ങളിൽ ഒരു പ്രശ്നവുമില്ലെന്നും മനസ്സിലായി. മാത്രമല്ല അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ തന്നെ സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും കൊടുക്കാനും കഴിഞ്ഞു. അതൊക്കെ ചെറിയ കാര്യമല്ല. അതിൻ്റെ പേരിലുള്ള നടപടികളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് എന്നും കൂടി ഞാൻ മനസ്സിലാക്കുന്നു. ഇനി കോഴിക്കോട്ടേക്ക് മാവൂരിൽ യുവാവിനെ കാറിലെത്തിയ സംഘം ആക്രമിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. തടഞ്ഞു വെച്ച് മർദ്ദിച്ചതിനും വാഹനം തകർത്തതിനുമാണ് കേസെടുത്തിരിക്കുന്നത്. 2 കാറുകളിലായി പിന്തുടർന്നെത്തിയ സംഘമാണ് മാനിപുരം സ്വദേശി മിഥിലാജിനെ മർദ്ദിച്ചത്. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ചേരുന്നു. മിഥില, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്തായിരുന്നു ഈ മർദ്ദനത്തിൻ്റെ കാരണം? സാമ്പത്തികവുമായി ബന്ധപ്പെട്ട ഇടപാടുകളാണ് ഈ മർദ്ദനത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിൽ നിന്നും പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. കൊടുവള്ളിയിൽ നിന്നും മാവൂരിലേക്ക് കാറിൽ വരികയായിരുന്നു മിഥിലാജ്. ഈ മിഥിലാജിന്റെ കാറിനെ പിന്തുടർന്ന് 2 കാറുകളിലായി സംഘം വരുന്നു.
മാവൂർ പൈപ്പ് ലൈൻ ജംഗ്ഷനിൽ വെച്ച് മിഥിലാജിന്റെ കാറിനെ മറ്റു 2 കാറുകൾ മറികടക്കുന്നു. പിന്നീട് ഈ കാർ തടഞ്ഞു വെക്കുന്നു. ഈ കാർ തടഞ്ഞു വെക്കുന്ന സമയത്ത് മിഥിലാജിന്റെ കാർ പിന്നോട്ടെടുക്കുന്നു. തൊട്ടടുത്തുള്ള ഓടയിലേക്ക് ഈ കാർ ചരിയുന്നു. ആ ചരിഞ്ഞ ഉടൻ തന്നെ മറ്റു 2 കാറുകളിലും ഉണ്ടായിരുന്ന സംഘം പുറത്തിറങ്ങി മിഥിലാജിന്റെ കാറിന്റെ മുൻവശത്തെ ചില്ല് തകർക്കുന്നു. അങ്ങനെ മിഥിലാജിനെ ആക്രമിക്കുന്നു. ഇതാണ് പരാതി. ആ സമയത്ത് ജനങ്ങൾ ഓടിക്കൂടുന്നു. പോലീസിൽ വിവരം അറിയിക്കുന്നു. പോലീസ് എത്തുമ്പോഴേക്കും ഈ 2 കാറുകളിലുമായി എത്തിയ സംഘം രക്ഷപ്പെട്ടു. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിലുള്ള മർദ്ദനത്തിന് കാരണമെന്ന് പറയുന്നു. മാത്രമല്ല, ഈ മിഥിലാജ് എന്ന് പറയുന്നത് മുൻപ് MDMA കേസിൽ ഉൾപ്പെട്ട ആളാണ്. അതിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച ആളാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം ഇപ്പോൾ മാവൂർ പോലീസ് നടത്തുകയാണ്. നിലവിലിപ്പോൾ കേസെടുത്തിട്ടുള്ളത് വാഹനം ആക്രമിക്കൽ, ഒപ്പം തന്നെ തടഞ്ഞുവെച്ച് മർദ്ദിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ്. SKN. വാഹനാപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന ഷൈൻ ടോം ചാക്കോയുടെയും അമ്മയുടെയും ആരോഗ്യനില തൃപ്തികരമെന്ന് ആശുപത്രി അധികൃതർ. അപകടത്തിൽ മരിച്ച ഷൈൻ്റെ പിതാവ് CP ചാക്കോയുടെ സംസ്കാരം ഈ തിങ്കളാഴ്ചയാണ്. മുണ്ടൂർ പരികർമ്മല മാതാ പള്ളിയിലാണ് സംസ്കാരം നടക്കുക. എന്തായാലും വളരെ സങ്കടകരമായ ഷോക്കിംഗ് ആയിട്ടുള്ള ആക്സിഡൻ്റാണ് സേലത്തിനടുത്ത് നടന്നത്. അപകടത്തിൽ ഷൈൻ ടോം ചാക്കോയുടെ ഷോൾഡറിന് താഴെ 3 പൊട്ടലുകളുണ്ട്. നട്ടലിനും ചെറിയ പൊട്ടൽ സംഭവിച്ചു. ശസ്ത്രക്രിയ അനിവാര്യമെങ്കിലും പിതാവിന്റെ സംസ്കാരത്തിന് ശേഷമായിരിക്കും ശസ്ത്രക്രിയ നടത്തുക. അപകടത്തിൽ കൂടുതൽ പരിക്കേറ്റത് ഷൈൻ്റെ മാതാവിനാണ്. ഇരുവരുടെയും ആരോഗ്യസ്ഥിതിയിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് സൺ മെഡിക്കൽ ആൻഡ് റിസർച്ച് സെന്റർ വ്യക്തമാക്കി. കോംപ്ലിക്കേഷൻസ് ഒന്നും വരാൻ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. ഇൻഫാക്ട് 2-3 ദിവസം വെയിറ്റ് ചെയ്ത ഇൻഫ്ലമേഷൻ നീര് കുറയുക ചെയ്യാം. അപ്പോൾ സർജറി ചെയ്യാൻ ആക്ച്വലി കുറച്ചുകൂടി ബെറ്റർ ആണ് 2-3 ഡേയ്സ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അത് ഷൈൻ്റെ കണ്ടീഷൻ. മദറിന് കുറച്ചും കൂടി സീരിയസ് ഇഞ്ചുറീസാണ് പറ്റിയിരിക്കുന്നത്. അസിറ്റാബുലം ഫ്രാക്ചറും ഹിപ്പ് ഡിസ്ലൊക്കേഷനുമാണ് സംഭവിച്ചിരിക്കുന്നത്. കാലിലൊരു ട്രാക്ഷൻ ഇട്ടിട്ടുണ്ട്. ആ ഒരു പൊസിഷനിലാണ് ഇപ്പോൾ മദറിനെ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അപകടത്തിൽ മരിച്ച CP ചാക്കോയുടെ സംസ്കാരം തിങ്കളാഴ്ച മുണ്ടൂർ പള്ളിയിൽ നടക്കും. മുണ്ടൂരിലെ വീട്ടിൽ നാളെ വൈകിട്ട് 4 മണി മുതൽ പൊതുദർശനം. വിദേശത്തുള്ള ഷൈൻ്റെ സഹോദരിമാർ ഇന്ന് രാത്രിയോടെ നാട്ടിലേക്ക് മടങ്ങിയെത്തും. അതിനിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള സിനിമാ പ്രവർത്തകർ ഷൈനെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. 24 തൃശൂർ. മന്ത്രി PA മുഹമ്മദ് റിയാസിനെതിരെ വിമർശനവുമായി ഹൈബി ഈഡൻ MP. നല്ലത് വരുമ്പോൾ റോഡിൻ്റെ പേരിൽ റീലിട്ട് ക്രെഡിറ്റ് സ്വന്തമാക്കുന്ന ആളാണ് റിയാസ്. പ്രശ്നമുണ്ടാകുമ്പോൾ ദേശീയ ഹൈവേ അതോറിറ്റിയും കേന്ദ്ര സർക്കാരിനെയും കുറ്റപ്പെടുത്തുമെന്നും ഹൈബി ഈഡൻ 24നോട് പറഞ്ഞു. സംസ്ഥാന സർക്കാർ ഇതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നത് പോലെ തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്വം, നിർമ്മാണത്തിലെ അപാകതകളും ഉത്തരവാദിത്വങ്ങളും കൂടി ഏറ്റെടുക്കാൻ തയ്യാറാവണം. റീൽസ് എടുക്കുമ്പോൾ അത് അവരുടെ ഉത്തരവാദിത്തമാണ്, അവരുടെ ക്രെഡിറ്റാണ്, അവരാണ് നിർമ്മിച്ചതെന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷേ ഇത്തരം അപാകതകൾ ഉണ്ടാകുമ്പോൾ ഇതെല്ലാം ദേശീയപാത വികസന അതോറിറ്റി PWD ഒരു ജോയിൻറ്റ്, അവർക്ക് എഞ്ചിനീയേഴ്സിൻ്റെ നല്ല ടീമുണ്ട്, അവർക്ക് ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ നടത്താം, മന്ത്രിക്ക് അതിന് നേതൃത്വം കൊടുക്കാം. അപ്പോൾ അപാകതകൾ പരിഹരിക്കാൻ കൂടി ക്രെഡിറ്റ് പോലെ തന്നെ റെസ്പോൺസിബിലിറ്റിയും കൂടി ഏറ്റെടുക്കാൻ മന്ത്രി തയ്യാറാവണം. തെലങ്കാനയ്ക്ക് പിന്നാലെ നിക്ഷേപം നടത്തുവാൻ കിറ്റക്സ് ഗ്രൂപ്പിനെ ക്ഷണിച്ച ആന്ധ്ര സർക്കാർ. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിൻ്റെ നിർദ്ദേശപ്രകാരം ടെക്സ്റ്റൈൽസ് വകുപ്പ് മന്ത്രി S. സവിത കിഴക്കമരുതെ കിറ്റക്സ് ഗാർമെൻറ്റ്സിൻ്റെ ആസ്ഥാനത്ത് എത്തി. കേരളം വ്യവസായ സൗഹൃദമെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയും വ്യവസായ വകുപ്പ് മന്ത്രിയും മാത്രമാണെന്ന് കിറ്റക്സ് MD സാബു M. ജേക്കബ് കുറ്റപ്പെടുത്തി. 2021 കേരള ഗവൺമെൻറ് കിറ്റക്സിനെ സംബന്ധിച്ച് ഒരുപാട് ഉപദ്രവമുണ്ടാക്കിയ ഒരു വർഷമായിരുന്നു. കേരളത്തിൽ നിക്ഷേപിക്കാനായിട്ടിരുന്ന 3500 കോടി രൂപ ഇവിടെ നിന്ന് മാറ്റി മറ്റേതെങ്കിലും സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ആന്ധ്രാപ്രദേശിൽ നിക്ഷേപം നടത്തുവാനുള്ള ചർച്ചകൾക്ക് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ ഔദ്യോഗിക ക്ഷണം കൈമാറുകയായിരുന്നു ടെക്സ്റ്റൈൽസ് വകുപ്പ് മന്ത്രി S. സവിത. ആന്ധ്രാപ്രദേശ് മന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച കിറ്റക്സ് MD സാബു M. ജേക്കബ് തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കി. ഇരുവരും തമ്മിലുള്ള ചർച്ചകൾക്ക് శేషం ఆంధ్రప్రదేశిന്റെ వ్యవసాయ సౌహృద సవిశేషతകൾ S. సవిత విశదీకరించు. అసలు గవర్నమెంట్స్ లో టెక్స్టైల్స్ లో ఇంత అంటే ఒక కెటిక్స్ కంపెనీ ఈ స్థాయిలో ఉంది అంటే డిపెండ్స్ ఎథిక్స్. కెటిక్స్ కంపెనీ ఫౌండేషన్ ఈజ్ ఎథిక్స్ అనే చెప్పాలి. ఎందుకంటే ఇక్కడ ప్రతిదీ మేము చూసాం. ఎలా ఉందంటే నిజంగా ఐ ఫీల్ వెరీ వెరీ హ్యాపీ. കേരളത്തിലെ വ്യവസായ വകുപ്പിനെതിരെ രൂക്ഷ വിമർശനമാണ് സാബു M. ജേക്കബ് ഉന്നയിച്ചത്. എന്നാൽ കേരളത്തിന് എതിരായിട്ടല്ല തങ്ങളുടെ സന്ദർശനമെന്നും കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് കരുത്തു പകരുന്ന നിക്ഷേപങ്ങൾ ഭാവിയിൽ ആന്ധ്രാപ്രദേശിൽ നിന്നും ഉണ്ടാകുമെന്നും മന്ത്രിയോടൊപ്പം വന്ന സംഘം വ്യക്തമാക്കി. We have also export Kerala. It is not that we are taking away from Kerala to everywhere. We are putting a lot of money in Kerala. From Andhra.
from Andhra, and I am investing here, and we will be the first in the world to come with agri-business innovation hub in Kerala. തെലങ്കാനയിൽ 3500 കോടി രൂപയുടെ നിക്ഷേപമാണ് കിറ്റെക്സ് നടത്തിയത്. ആന്ധ്രാപ്രദേശിൽ എത്ര കോടി നിക്ഷേപിക്കുമെന്നതിലും തീരുമാനം ഉടനുണ്ടാകും. 24 കൊച്ചി. മിഥില ബാലൻ കാലിക്കറ്റിൽ നിന്നൊരു കാര്യം അറിയിക്കുന്നു. താമരശ്ശേരി ചുരത്തിൽ നാളെയും നിയന്ത്രണം ഉണ്ടാകും. താമരശ്ശേരി ചുരത്തിൽ അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും ആളുകൾ കൂട്ടം കൂടുന്നതിനും നാളെയും നിയന്ത്രണം ഉണ്ടാകും. വ്യൂ പോയിന്റുകളിൽ ഒരു കാരണവശാലും പാർക്കിംഗ് അനുവദിക്കില്ല. ചുരത്തിൽ കൂട്ടം കൂടാനും അനുവദിക്കില്ല. നാളെ രാവിലെ 10 മണി മുതൽ അർദ്ധരാത്രി വരെ ഈ നിയന്ത്രണം തുടരും. പെരുന്നാൾ ആഘോഷവും അവധി ദിനവും കാരണം വിനോദസഞ്ചാരികളുടെ എണ്ണം കൂടും. ഇത് ചുരത്തിൽ ഗതാഗത തടസ്സത്തിനിടയാക്കുന്നതുകൊണ്ടാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയെന്നാണ് താമരശ്ശേരി പോലീസ് പറയുന്നത്. പോരാട്ട ചൂടിൽ നിലമ്പൂർ. പെരുന്നാൾ ആഘോഷങ്ങൾക്കിടയിലും പ്രചാരണ തിരക്കിൽ നിലമ്പൂരിലെ സ്ഥാനാർത്ഥികൾ. പൊതുപര്യടനങ്ങൾ ഒഴിവാക്കി വോട്ടർമാരെ നേരിൽ കണ്ടായിരുന്നു LDF UDF സ്ഥാനാർത്ഥികളുടെ പ്രചാരണം. പോത്തുകൽ പഞ്ചായത്തിലായിരുന്നു NDA സ്ഥാനാർത്ഥിയുടെ ഇന്നത്തെ പര്യടനം. PV അൻവറും പ്രചാരണ രംഗത്ത് സജീവം. പെരുന്നാൾ നമസ്കാരത്തിന് പള്ളികളിലെത്തി വിശ്വാസികളെ നേരിൽ കണ്ട് സ്ഥാനാർത്ഥികൾ. UDF സ്ഥാനാർത്ഥി ആര്യൻ ഷൗക്കത്ത് രാവിലെ 7:30 മിനർവപ്പടി സലഫി മസ്ജിദിലെത്തി പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുത്തു. പാട്ടക്കരിമ്പ് ആദിവാസി നഗറിലുള്ളവർക്കൊപ്പമായിരുന്നു ഇന്നത്തെ പെരുന്നാൾ ഭക്ഷണം. ഈ ബലിപെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഒരു ത്യാഗത്തിന്റെ, ആത്മസമർപ്പണത്തിന്റെ, സഹനത്തിന്റെ ഒരു ഓർമ്മ പുതുക്കലാണ് പെരുന്നാൾ. എല്ലാവരെയും കുടുംബങ്ങളെ സന്ദർശിക്കുക, പിന്നെ അതേപോലെ തന്നെ അസുഖമായവരെ, ബാക്കിയുള്ളവർക്ക്, അതൊക്കെ തന്നെയാണ് ഈ പെരുന്നാൾ ദിവസവും പ്രധാനമായിട്ടും പറയുന്നത്. രാവിലെ ചന്തക്കുന്ന് ജുമാ മസ്ജിദിൽ ഈദ്ഗാഹിലെത്തിയ ആളുകളെ കണ്ടാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടത്. പോത്തുകലിലെ സ്വന്തം നാട്ടുകാരോടൊപ്പമായിരുന്നു സ്വരാജിന്റെ പെരുന്നാൾ ആഘോഷം. സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം ഇങ്ങോട്ട് ഓരോ ദിവസവും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഇടതുമുന്നണി പ്രവർത്തകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന പിന്തുണയും ഐക്യദാർഢ്യവും സ്നേഹപ്രകടനങ്ങളും ഒക്കെയാണ് നാട് തന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും സന്തോഷമായിരിക്കട്ടെ എന്നാണല്ലോ നമ്മുടെ ആഗ്രഹം. സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ ഇടക്കര ജമാഅത്ത് പള്ളിയിൽ പെരുന്നാൾ നിസ്കാരത്തിനെത്തി. പിന്നീട് സമീപത്തെ പള്ളികളിലേക്കടക്കം എത്തി വോട്ടർമാരെ നേരിൽ കണ്ടു. മുത്തേടം പഞ്ചായത്തിലെ നിർമ്മല ഭവൻ വൃദ്ധസദനത്തിലായിരുന്നു അൻവറിന്റെ പെരുന്നാൾ ആഘോഷം. അന്തേവാസികളോടൊപ്പമായിരുന്നു ഭക്ഷണം. വലിയ കുടുംബങ്ങൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും അങ്ങാടികളൊക്കെ ആളുകൾ, ഗ്രാമങ്ങളല്ലേ, സ്വറ പറയാനും ഇറങ്ങും. അപ്പോൾ പോക്കറ്റുകളിലൊക്കെ പോവുക, സുഖല്ലേ, അവരെ കാണാം, അത്രേ ഉള്ളൂ. പോത്തുകൽ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് പരസ്യ പ്രചാരണത്തിലാണ് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും സ്ഥാനാർത്ഥിയോടൊപ്പം ഇന്ന് മണ്ഡലത്തിൽ സജീവമായി ഉണ്ടായിരുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ ബലിപെരുന്നാൾ ആശംസകൾ. പെരുന്നാൾ കഴിഞ്ഞ് പൊതുയോഗങ്ങളും പഞ്ചായത്ത് പര്യടനങ്ങളും വാഹന പ്രചാരണ ജാഥകളും ഒക്കെയായി മണ്ഡലത്തിൽ സജീവമാകാനാണ് മുന്നണികളുടെ തീരുമാനം. വരും ദിവസങ്ങളിൽ സ്റ്റാർ ക്യാമ്പയിനേഴ്സ് അടക്കം നിലമ്പൂരിലെത്തും. ടീം 24 നിലമ്പൂർ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. പ്രൈം ടൈം അവസാന ഘട്ടത്തിൽ കിടക്കുകയാണ്. വിവിധ ജില്ലകളിലായി 10-ലധികം ആളുകളെ കല്യാണം കഴിച്ച് കബളിപ്പിച്ചൊരു യുവതി അറസ്റ്റിലായി. എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശിനി രേഷ്മയാണ് പോലീസ് കസ്റ്റഡിയിലായത്. തിരുവനന്തപുരം ആര്യനാട് പഞ്ചായത്ത് അംഗത്തെ കല്യാണം കഴിക്കാനായി പുതിയ തട്ടിപ്പിനെത്തിയപ്പോഴായിരുന്നു കുടുങ്ങിപ്പോയത്. എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശിനിയും 2 വയസ്സുകാരുടെ അമ്മയുമാണ് സംസ്ഥാനത്തുടനീളം വിവാഹം കഴിച്ച് തട്ടിപ്പുകൾ നടത്തിയത്. ഇതിനോടകം 10-ലധികം പേരെ വിവാഹം കഴിച്ച് കബളിപ്പിച്ച് പണവുമായി കടന്നു കളഞ്ഞു. ഓൺലൈനിൽ കണ്ട പഞ്ചായത്ത് അംഗത്തിന്റെ വിവാഹാലോചനയിൽ നിന്നാണ് പുതിയ തട്ടിപ്പിന് കളമൊരുക്കിയത്. വിവാഹ പരസ്യം കണ്ട് പെൺകുട്ടിയുടെ അമ്മയാണെന്ന് പറഞ്ഞ് ശബ്ദം മാറ്റി ആദ്യം രേഷ്മ ഫോണിൽ വരനെ ബന്ധപ്പെട്ടു. പിന്നീട് മകളുമായി സംസാരിക്കാനായി ഫോൺ നൽകുന്നതായി പറഞ്ഞ് യഥാർത്ഥ ശബ്ദത്തിൽ രേഷ്മ തന്നെ സംസാരിച്ച് ബന്ധം സ്ഥാപിച്ചു. ഇതിനിടെ കോട്ടയത്ത് വെച്ച് പരസ്പരം കണ്ട് വിവാഹം ഉറപ്പിച്ചു. പിന്നീട് തന്റെ അമ്മയ്ക്ക് വിവാഹത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് തിരുവനന്തപുരത്തെത്തി. പഞ്ചായത്ത് അംഗവുമായുള്ള വിവാഹത്തിന് ഒരുക്കങ്ങൾ നടത്തി. ചില അസ്വാഭാവികതകൾ തോന്നിയതിനാൽ രേഷ്മ ബ്യൂട്ടി പാർലറിൽ കയറിയപ്പോൾ വരന്റെ ബന്ധുക്കൾ രേഷ്മയുടെ ബാഗ് പരിശോധിച്ചു.
അപ്പോഴാണ് മുൻ വിവാഹങ്ങളെക്കുറിച്ചും മകളുള്ള വിവരവും മനസ്സിലാക്കുന്നത്. തുടർന്ന് ആര്യനാട് പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് വിവാഹ തട്ടിപ്പിന്റെ വ്യാപ്തി പുറത്താകുന്നത്. വിവാഹ തട്ടിപ്പിനുള്ള ചീറ്റിങ്ങിനുള്ള കേസൊക്കെ എടുത്തിട്ടുള്ളത്. എന്താ നടപടി? പിന്നെ കോടതി ഹാജരാക്കും. അടുത്ത മാസം തിരുവനന്തപുരത്ത് മറ്റൊരു വിവാഹം നടത്താൻ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. അതിന്റെ എൻഗേജ്മെന്റ് ചടങ്ങും കഴിഞ്ഞിരുന്നു. 24 തിരുവനന്തപുരം. കല്യാണം കഴിക്കാനായിട്ട് ഇങ്ങോട്ട് പ്രപ്പോസലുമായിട്ട് ആരെങ്കിലും വന്നാൽ ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് ഈ സംഭവം നമ്മളോട് വിളിച്ചു പറയുന്നത്. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഗുഡ് നൈറ്റ്.